ജീവിത വിജയം 3-ാം ഭാഗം. ഫാദർ ജോസ് പന്തപ്ലാം തൊട്ടിയിൽ. ജൂൺ 26. പ്രശ്നങ്ങളും നമ്മുടെ പ്രതികരണവും. പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. അവ തരണം ചെയ്യാതെ ജീവിതത്തിൽ വിജയിക്കാനാവില്ലെന്ന് നമുക്കറിയാം. പ്രതിസന്ധികളിൽ നിന്ന് ഓടിയൊളിച്ച് നമുക്ക് ജീവിക്കാനുമാവില്ല. പക്ഷേ പ്രശ്നങ്ങൾ തിരമാലകൾ പോലെ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ നാം സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അവയോട് പ്രതികരിക്കാതിരിക്കുക അസാധ്യമാണ്. ഗ്രന്ഥകാരനായ റോബർട്ട് ഷൂളറുടെ അഭിപ്രായത്തിൽ 4 രീതിയിൽ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും നമുക്ക് പ്രതികരിക്കാനാവും. 1. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ പരാജയം സമ്മതിച്ച് അതിന് കീഴടങ്ങുക. ഈ രീതിയിൽ പ്രതികരിക്കുന്നവർ വളരെയേറെയാണ്. ജീവിതത്തിൽ പരാജയം മാത്രം കാണുന്ന ഭീരുക്കളാണ് ഇക്കൂട്ടർ. പക്ഷേ ഇവരുടെ ഭീരുത്വം ജീവിതത്തെ വീണ്ടും ശോചനീയമാക്കുകയേ ഉള്ളൂ. 2. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വൈരാഗ്യബുദ്ധിയോടെ അവയെ വീക്ഷിക്കുക. ഈ രീതിയിൽ പ്രതികരിക്കുന്നവർക്ക് എപ്പോഴും മറ്റുള്ളവരോട് വെറുപ്പായിരിക്കും. ദൈവത്തെ അവർ ചോദ്യം ചെയ്തെന്നും വരാം. എന്നോട് എന്തിനിത് ചെയ്തു എന്ന മട്ടിലായിരിക്കും അവർ ദൈവത്തെ വീക്ഷിക്കുക. ലോകം മുഴുവനും തങ്ങൾക്കെതിരാണെന്ന മട്ടിൽ ഇക്കൂട്ടർ ചിന്തിക്കും. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന ചിന്ത മൂലം ഇവരുടെ ജീവിതം എന്നും അസംതൃപ്തമായിരിക്കുകയും ചെയ്യും. സ്വാനുതാപത്താൽ നിറയുന്ന ഇവർ മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളെക്കുറിച്ച് അജ്ഞരുമായിരിക്കും. പക്ഷേ ഇമാതിരി ഒരു പ്രതികരണം കൊണ്ട് പ്രശ്നങ്ങൾ മാറിപ്പോകുമോ? ദുഃഖപൂർണമായ ജീവിതത്തിൽ കുറെ കൂടി കയ്പുനീർ കൂട്ടാമെന്നല്ലാതെ ഈ രീതിയിലുള്ള പ്രതികരണം കൊണ്ട് മറ്റെന്ത് നേടാനാണ്? 3. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് പ്രതിവിധി കണ്ടെത്തുക. ഷൂളറുടെ അഭിപ്രായത്തിൽ ഇതാണ് ഏറ്റവും മെച്ചപ്പെട്ട പ്രതികരണം. നാമും ഈ അഭിപ്രായത്തോട് യോജിക്കും. പക്ഷേ എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുക? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി സംഭവിക്കുന്നു എന്ന് സെയിന്റ് പോൾ എഴുതിയിട്ടുണ്ടല്ലോ. ഈ ആശയത്തിൽ അടിത്തറയുറപ്പിച്ച് പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുവാനാണ് ഷൂളർ ഉപദേശിക്കുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്ന രീതിയിൽ അവയെ കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നവയല്ല എന്ന് നമുക്കറിയാം. ഇനി ഏതെങ്കിലും പ്രശ്നം നമ്മുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെങ്കിൽ അത് എങ്ങനെ തടയാനാകുമെന്നായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെങ്കിൽ അവയെ നമ്മുടെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ നേരിടുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്രകാരമുള്ള പ്രതികരണ രീതിയാണ് നമ്മുടേതെങ്കിൽ പ്രശ്നങ്ങളുടെ തിരമാലകളിൽപ്പെട്ട് നാം അടിപതറില്ലെന്ന് തീർച്ചയാണ്. ദുഃഖവെള്ളിയോട് യേശു പ്രതികരിച്ചത് എപ്രകാരമാണെന്ന് നമുക്കറിയാം. പ്രതിസന്ധികളിൽ നിന്ന് ഓടിപ്പോകാതെ തൻ്റെടപൂർവം അവയെ നേരിട്ടതുകൊണ്ടല്ലേ ഈസ്റ്ററിൻ്റെ മഹത്വത്തിന് അവിടുന്ന് അർഹനായത്. 4. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തടയുകയാണ് പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന മറ്റൊരു രീതി. നമ്മിൽ പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയല്ലേ? പഠിക്കാത്തത് കൊണ്ടായിരിക്കില്ലേ പരീക്ഷയിൽ തോൽക്കുന്നത്? നിലത്ത് നോക്കി നടക്കാത്തത് മൂലമല്ലേ കാല് കല്ലിൽ തട്ടി പൊട്ടിക്കീറുന്നത്? മഴക്കാറ് കണ്ടപ്പോൾ കൊടയുമായി പോയിരുന്നെങ്കിൽ മഴ നനയേണ്ടി വരുമായിരുന്നോ? വാഹനം നിയന്ത്രണം വിട്ടോടിക്കാതിരുന്നെങ്കിൽ അപകടം പിണയുമായിരുന്നോ? ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. പ്രശ്നങ്ങൾ നേരിടുവാനുള്ള ഏറ്റവും എളുപ്പവഴി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയുക തന്നെ. എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് മുൻകൂട്ടി കാണുവാനോ അവ ഉണ്ടാകുന്നത് തടയുവാനോ സാധിക്കില്ല. എന്നിരുന്നാലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നല്ലൊരു പങ്കും നമുക്ക് തടയാവുന്നവ തന്നെ. പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അവയ്ക്ക് പരിഹാരം കാണുന്നതിലും ഏറെ മെച്ചം അവ ഉണ്ടാകുന്നത് തടയുകയല്ലേ. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് തടയുവാൻ ബോധപൂർവം ശ്രമിക്കുന്നവരല്ല പലരും. അതിനുള്ള കാരണം ഒരുപക്ഷെ ജീവിതത്തോടുള്ള നിസ്സംഗതാഭാവം ആയിരിക്കാം. പക്ഷേ ഈ മനോഭാവം ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നതെന്ന് നാം ഓർമ്മിക്കാത്തതെന്തേ? നമുക്കും മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നാം കഴിയുന്നത്ര ശ്രമിക്കണം. എന്നിട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉയർന്നു വരികയാണെങ്കിൽ അവയോട് ആരോഗ്യകരമായി പ്രതികരിച്ച് ജീവിതം സമ്പന്നമാക്കുകയാണ് നമ്മുടെ കടമ. അതിനുള്ള സന്മനോഭാവം നാം വളർത്തിയെടുക്കണം.
വെളിച്ചമെതിറിയ വഴികൾ. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ സമയം 6:30-ക്കായിരിക്കും ഈ വായന അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരെയും ഈ വായനാ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.